എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കരിമീൻ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചേക്കണം. പിന്നെ അതിന് വേണ്ട ബാക്കി ചേരുവകൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ശകലം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാം. അപ്പം മീൻ നമുക്ക് ഫ്രൈ പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലോട്ട് മീനിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി മൂപ്പിച്ച് കളയാതെ സോഫ്റ്റായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പം ചെറിയ തീയിൽ വെച്ച് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഇത് വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ളൊരു സാധനമാണ് വാഴയില. അപ്പോൾ നമ്മളൊരു വാഴയിലയും കൂടി വെട്ടി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഈ വറുത്ത എണ്ണയിൽ തന്നെ ഒരു സവോളയും ഒരു 15 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. സവോള തന്നെ ഇട്ട് കഴിഞ്ഞാൽ മധുരം വരും, അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ശരിക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഒന്നിട്ട് കൊടുക്കാവേ. അപ്പം അതൊന്ന് അത്യാവശ്യം വഴണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചതായിരുന്നേ, അതും കൂടി ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതായിരുന്നു, അതും കൂടി ഒന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം നമുക്കൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ആവിയിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കരിമീൻ കിട്ടാനുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അത്യാവശ്യം നന്നായിട്ട് സവോളയും ചെറിയ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി അതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, മുളക് പൊടി, ഒരു നുള്ള് കായപ്പൊടിയും കൂടിയാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു ശകലം ചൂടുവെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ശകലം വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവിയിലും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പയിൽ ഇലയൊന്ന് വാട്ടിയെടുക്കണം. വാട്ടാതെ എടുത്തു കഴിഞ്ഞാൽ ഇല പൊട്ടിപ്പോവും. അപ്പോൾ ആ മസാല എല്ലാം കൂടി താഴെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇല വാട്ടിയെടുക്കണം. എന്നാലേ അതിൻ്റെ ആ വാഴയിലയുടെ ആ സ്മെല്ലും ഒക്കെ നമുക്ക് മീനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. ഒത്തിരി ലൂസായി പോകരുത്.
അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇതുപോലെ ഇളക്കി ഈ ഇത്രേ ആകാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ ലൂസായി പോകരുത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് എടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ ആദ്യമേ വാഴയിലയിൽ വാട്ടി വെച്ചേക്കുന്ന വാഴയിലയിൽ മസാല വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് മീൻ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേളിലോട്ടും കൂടി മസാല വെച്ച് ഫില്ല് ചെയ്യണം. അപ്പം മീനിൻ്റെ രണ്ട് വശത്തും മസാല വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മടക്കി ചെറിയ വാഴനാരും കൊണ്ട് തന്നെ നമുക്കത് കെട്ടാം. കണ്ടോ, ഇതുപോലെ വാഴനാരും കൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടണം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഇല കരിയാതിരിക്കാൻ വേണ്ടി ഒരു അല്പം എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ പൊതിഞ്ഞ മീൻ വെക്കാം. അപ്പോൾ 2 എണ്ണം ഒരുമിച്ച് അതിനകത്തോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് നമ്മളൊന്ന് വേവിക്കണം. അപ്പോൾ ആ ഇലയുടെ സ്വാദും മണവും എല്ലാം കൂടി ആ മീനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് നമ്മളൊരു 10 മിനിറ്റോളം വേവിക്കണം. അപ്പോൾ നമുക്കത് വെന്ത് വരുമ്പോൾ അറിയാൻ പറ്റും, ആ ഇല അടി കരിഞ്ഞ് വരും. കണ്ടോ, ഇപ്പോൾ ഈ ഇല നന്നായിട്ട് കരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്കത് എടുക്കാവുന്ന പരുവായിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് എടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, സൂപ്പർ മണം വരുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് അടിപൊളിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളി കരിമീൻ റെഡി ആയിട്ടുണ്ട്. ചൂടായി എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സ്മെല്ല് കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ലച്ചുവാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ.